എല്ലാവർക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഓണം എക്സാമിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെന്തായാലും പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങ് ഈസി ആയിട്ട് പോകും എന്ന് വിചാരിക്കേണ്ട, നല്ലതുപോലെ പഠിച്ചോണം. കാരണം ക്വസ്റ്റ്യൻസുകൾ അങ്ങനെ ഒരു ഈസി മോഡ് അല്ല എന്നുള്ളത് ഉറപ്പിച്ചു. എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സുകൾ നന്നായിട്ട് ഡീപ്പായിട്ട് വേണം പഠിച്ചു പോകാൻ. അല്ലാതെ കൊച്ചു ക്വസ്റ്റ്യൻസുകളെ മാത്രം ഓരോ ടോപ്പിക്കിനെയും പഠിച്ചു പോയാൽ കിട്ടുന്നത് വളരെ കുറച്ച് മാർക്കായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ തയ്യാറായിക്കോ. നമ്മൾക്ക് മാക്സിമം നിങ്ങൾ സഹായിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. പിന്നെ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റും. മാക്സിമം ക്ലാസ്സുകൾ, നെക്സ്റ്റ് അതിൻ്റെ നോട്ട്സുകൾ, നെക്സ്റ്റ് ഇക്വേഷൻ ബുക്ക്ലെറ്റ്, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ മക്കളെ. ഓക്കെ, A is equal to 1 plus x 7, 3 minus x 8. ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എക്സ് ഇഫ് A is singular. ഓക്കെ, A is singular matrix. A ഒരു സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂവിനെ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് മെൻ ബൈ സിംഗുലർ? ഒരു മെട്രിക്സ് സിംഗുലർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 എന്നാണ്. ഓക്കെ, 0. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകുമ്പോൾ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഈ ആൾ സിംഗുലർ ആകണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആകണം. അതിന് ഈ എക്സിൻ്റെ പ്ലേസിൽ ഒരു കറക്റ്റ് നമ്പർ വന്നെങ്കിൽ മാത്രം സംഭവിക്കുന്നതാണ്. അത് ഏത് നമ്പർ ആയിരിക്കണം? ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിനൻ്റ് ഈക്വൽ എത്ര നിങ്ങൾ ഇക്വേറ്റ് ചെയ്യണം? 0. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് 1 plus x 7, 3 minus x 8 ഈക്വൽ എത്രയാണ്? 0. എങ്ങനെ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ പ്രോഡക്റ്റിൽ നിന്നും ഇതിൻ്റെ പ്രോഡക്റ്റിനെ മൈനസ് ചെയ്യണം. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 8 into 1 plus x, ഇത് ഇൻറ്റു ഇത്. ഓക്കെ, മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്പർ 7 into 3 minus x, 7 into 3 minus x ഈക്വൽ എത്രയാണ് മോനെ? 0. ഓക്കെ, അപ്പോൾ ഒരു 2/2ൻ്റെ ഡിറ്റർമിനൻ്റ് മീൻസ് 2 റോയും 2 കോളത്തിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൽ നിന്നും ഈ പ്രോഡക്റ്റിനെ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 8 into 1 plus x minus 7 into 3 minus x ഈക്വൽ 0. സിംപ്ലിഫിക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിച്ചേ, 8 into ദാറ്റ് ഈസ് 8 plus 8x minus 7 into 3 21, 7 into 3 21 ആണ്, minus 21 minus 7 into minus x plus 7x ഈക്വൽ എത്രയാണ്? 0. ഓക്കെ, 8x plus 7x, 8x plus 7x എത്ര മോനെ? 15x. ഓക്കെ, 8 minus 21 is minus 13 ഈക്വൽ 0. 15x ഈക്വൽ ടു പ്ലസ് 13, x ഈക്വൽ 13 ഡിവൈഡഡ് ബൈ 15. കഴിഞ്ഞു. ഓക്കെ, പരിപാടി കഴിഞ്ഞു. നമുക്ക് ഓക്കെ ആയി തോന്നുന്നു. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. എക്സാമിന് എന്തായാലും ഇതേപോലെ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഇത്തിരി പ്രസന്റ് ക്വസ്റ്റൻ തന്നെയാണ്. അവന് ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഇഫ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ എത്രയാണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ വിചാരിക്കും ഇതിനെ ചെയ്യുമ്പോൾ ഏതാണ്ട് സാധാരണ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, വൈ ഈക്വൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എത്ര ആണെന്നാണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ, നമ്മളെ കളിപ്പിക്കാൻ ഇട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മതി മോനെ. വൈ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ഇയാളെ 1 എന്ന് നിങ്ങൾ തോന്നിക്കണം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എത്ര മോനെ? 1 ആണ് കേട്ടോ. അപ്പോൾ ദെൻ വൈ ഈസ് ഈക്വൽ ടു 1, ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എത്ര മോനെ? 0. ദാറ്റ് മീൻസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ്, ദെർഫോർ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ എത്രയാണ്? 0. കഴിഞ്ഞു. അല്ലാതെ സൈൻ സ്ക്വയർ എക്സിനെയും കോസ് സ്ക്വയർ എക്സിനെയൊക്കെ ഒന്നും എടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട. ചെയ്താലും കിട്ടും, ശരിയായിട്ട് ചെയ്ത് വന്നാൽ അതും 0 കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വന്ന 1 ആണ്. അപ്പോൾ വൈ ഈക്വൽ 1 ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എത്രയാണ്? 0 ബിക്കോസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.